ക്രെയിൻ ഓപ്പറേറ്റർ ആൻഡ് റിഗർ ട്രെയിനിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അറാംകോയിൽ ക്രെയിൻ ഓപ്പറേറ്റർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റെഫർ ടു ദ ഡ്രോയിങ് ആൻഡ് യൂസ് ഗ്രോവ് TM1150 ലോഡ് ചാർട്ട് ആൻഡ് റേഞ്ച് ഡയഗ്രാം. വാട്ട് ഈസ് ദ മാക്സിമം റേഡിയസ് ദി ലോഡ് ക്യാൻ ബി ലിഫ്റ്റഡ്? അവർ ചോദിക്കുന്നത് മാക്സിമം എത്ര വരെ, മാക്സിമം ദൂരത്തിൽ വരെ നമുക്ക് ലോഡ് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ, അതായത് വാട്ട് ഈസ് ദ മാക്സിമം റേഡിയസ് ഓഫ് ദി ലോഡ് ക്യാൻ ബി ലിഫ്റ്റഡ് എന്ന് വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡ്രോയിങ് നമ്മൾ ഇത് ഫുള്ള് ഈ ടിക്ക് ഉള്ളതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കൂട്ടണം. ഇതെല്ലാം കൂട്ടിയതിന് ശേഷം ആ കിട്ടുന്ന ആൻസറാണ് നമ്മൾ നോക്കേണ്ടത്. മാക്സിമം എത്ര ദൂരം വരെ അത് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്. നമുക്ക് ഇവരൊരു ടിപ്പ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് 31 മീറ്റർ, അതുപോലെ ഒരു 11 മീറ്റർ റേഡിയസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 11 മീറ്റർ റേഡിയസ് ചിലപ്പോൾ ഒരു പക്ഷേ മാക്സിമം ആകാം, ചിലപ്പം അത് മിനിമം ആകാം. നമുക്കറിയത്തില്ല ഇത് മാക്സിമം ആണ് കൊടുത്തേക്കുന്നത് അതോ മിനിമം ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് നോക്കാനുള്ളത് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ കിട്ടുന്ന വെയിറ്റ് നമുക്ക് എത്ര ദൂരം വരെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ലോഡ് ചാർട്ടിൽ പോയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടെ എത്ര ടണ്ണ് വരുമെന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇതെങ്ങനെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് TM1150 ലോഡ് ചാർട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് കാൽക്കുലേഷൻ ചെയ്യണം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 14 ടണ്ണാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ലോഡ് വെയിറ്റ്. അത് നമ്മൾ കാൽക്കുലേറ്ററിൽ ആദ്യം 14,000 എന്ന് ടൈപ്പ് ചെയ്യുക. 14,000 ഇതിനകത്ത് കിട്ടുന്ന വെയിറ്റ് എല്ലാം നമ്മൾ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് 14,000 പ്ലസ് 500 കിലോ ആണ് അടുത്ത് കൊടുത്തേക്കുന്നത്. 500 കിലോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് റിഗ്ഗിങ് ഇക്വിപ്മെൻറ്റ് വെയിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അതായത് അതിനകത്ത് ഡി സൈക്കിള്, സ്ലിങ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മളത് 500 കിലോ പ്ലസ് ചെയ്യുവാണ്. 500 പ്ലസ് അടുത്ത് കൊടുത്തേക്കുന്നത് സ്റ്റോവേഡ് സിങ് അവേ കൊടുത്തേക്കുന്നത്. അപ്പോൾ സ്റ്റോവേഡ് സിങ് അവേ നമ്മൾ നോക്കാൻ വേണ്ടി നമ്മൾ ലോഡ് ചാർട്ട് എടുത്തിട്ടുണ്ട്. ആ ലോഡ് ചാർട്ട് നമ്മൾ ഏറ്റവും താഴെ തന്നെ നമ്മൾക്ക് കൊടുത്തിരിക്കും. അപ്പോൾ കൊടുത്തിരുന്ന സ്റ്റോവേഡാണ് ചോദിച്ചിരുന്നത്. സ്റ്റോവേഡ് സിങ് അവേ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റോവേഡ് നമ്മൾ നോക്കേണ്ടത് 354 kg ആണ്. അപ്പോൾ അതും ഇതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുക 354. പിന്നെ പ്ലസ് അടുത്ത് കൊടുത്തേക്കുന്നത് പവർ പിൻ ഫ്ലൈ സ്റ്റോവേഡാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ പവർ പിൻ ഫ്ലൈ നമുക്ക് വേണ്ട, നമ്മൾ ഒഴിവാക്കാം. അതിൻ്റെ അടുത്ത് കൊടുത്തേക്കുന്നത് 125 ടണ്ണ് 6 ഷീവ് ഹുക്ക് ബ്ലോക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 125 ടണ്ണ് 6 ഷീവ് 406 kg. അപ്പോൾ അതും ഇതിനകത്ത് ആഡ് ചെയ്യാം 406 kg. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് കാൽക്കുലേഷൻ ചെയ്യാനുള്ളത്. നമ്മളത് സമം. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് വന്നിരിക്കുന്ന വെയിറ്റ് 15,260 kg ആണ് വന്നിരിക്കുന്നത്. അതായത് 15 ടണ്ണ് 260 kg ആണ് നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ. അതായത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന വെയിറ്റ് ആണ് 15,260. അതായത് 15 ടണ്ണ് 260 kg. ഈ ക്രെയിന് ഈ 15 ടണ്ണ് 260 kg നമുക്ക് എത്ര ദൂരത്തിൽ വരെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം ലോഡ് ചാർട്ടിനകത്ത് എത്ര ദൂരം വരെ നമുക്കത് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. 15 ടണ്ണ് 260 മാക്സിമം നോക്കണം. ഇതിനകത്ത് ശകലം ക്ലിയർ കുറവുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം നോക്കുകയാണെങ്കിൽ 15 ടണ്ണ് 260 വരെ നമുക്ക് എത്ര ദൂരം ഇത്. അപ്പോൾ നമ്മൾ 16 മീറ്റർ റേഡിയസ് നമുക്ക് നോക്കാം എത്ര വരെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. 16 റേഡിയസ് നമുക്ക് 14 ടണ്ണേ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം റേഡിയസ് നമുക്ക് എത്ര ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. നമുക്കതിനകത്ത് ബൂം ലെങ്ത് നമുക്ക് എത്ര മീറ്റർ വരെ കിട്ടുമോ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് മാക്സിമം എത്ര ദൂരം വരെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി. നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കുന്നത് 14 മീറ്റർ റേഡിയസ് വരെയാണ്. അതായത് 14 മീറ്റർ റേഡിയസിലാണ് നമുക്ക് ഈ 15 ടണ്ണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊടുത്തേക്കുന്നത്. ഇത് 17 ടണ്ണാണ്. ഇത് 14,300 ഉള്ളൂ. ഇത് 15,900 വരെ നമുക്ക് ഇവിടെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് നമുക്ക് 14 മീറ്ററാണ് നമുക്ക് മാക്സിമം ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ആൻസർ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. 16, 10, 18, 14 മീറ്റർ റേഡിയസ് ഉണ്ട്. 14 മീറ്റർ റേഡിയസ് നമ്മൾ ടിക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ശരിയായ ആൻസർ 14 മീറ്ററാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റെഫർ ടു ഡ്രോയിങ് ആൻഡ് യൂസ് ഗ്രോവ് TM1150 ലോഡ് ചാർട്ട് ആൻഡ് റേഞ്ച് ഡയഗ്രാം. വാട്ട് ഈസ് ദ ഗ്രോസ് കപ്പാസിറ്റി അറ്റ് ദ മാക്സിമം റേഡിയസ്? അവർ ചോദിച്ചേക്കുന്നത് മാക്സിമം റേഡിയസിലുള്ള ഗ്രോസ് കപ്പാസിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അവർ ഇതിനകത്ത് നമുക്ക് ഒരു ടിപ്പ് ഹൈറ്റ് തന്നിട്ടുണ്ട് 17, പിന്നെ ഒരു 6. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് കാൽക്കുലേഷൻ ചെയ്യണം. 17, 6, 23 ടിപ്പ് ഹൈറ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ 70 ഡിഗ്രി നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ബൂം ആംഗിൾ കൊടുത്തേക്കുന്നത് 70 ആണ് കൊടുത്തേക്കുന്നത്.
അതുപോലെ ഒരു റേഡിയസ് കൊടുത്തിട്ടുണ്ട് 4 മീറ്റർ. അപ്പോൾ അവർ ഇത് കൊടുത്തേക്കുന്നത് മാക്സിമം റേഡിയസാണ് കൊടുത്തേക്കുന്നത്. നമുക്കിത് ഈ 4 മീറ്റർ മാക്സിമം ആണോ മിനിമം ആണോ നമുക്കറിയത്തില്ല. ചെക്ക് ചെയ്യണം നമ്മൾ 4 മീറ്റർ ആണോ മിനിമം ആണോ അതോ മാക്സിമം ആണോ നമ്മൾ ഈ ലോഡ് ചാർട്ടിൽ പോയിട്ട് വേണം ചെക്ക് ചെയ്യണം. നമ്മളൊരു കാരണവശാലും ടിപ്പ് ഹൈറ്റും ഈ 4 മീറ്റർ റേഡിയസും വെച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബൂം ലെങ്ത് കറക്റ്റായിട്ട് കിട്ടില്ല. നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് നമുക്ക് ഈ 17 മീറ്ററും അതുപോലെ 6 മീറ്ററും 23 മീറ്റർ ടിപ്പ് ഹൈറ്റും അതുപോലെ 70 ബൂം ആംഗിളും വെച്ച് നമുക്ക് ട്രൈയാങ്കിളിൽ പോയിട്ട് ചെക്ക് ചെയ്യാം എത്ര ബൂം ലെങ്ത് കിട്ടുന്നുണ്ടെന്ന്. നമ്മൾ ആദ്യം ഇതിൻ്റെ ബൂം ലെങ്ത് ആണ് എടുക്കേണ്ടത്. അതിന് ശേഷമാണ് നമുക്ക് ഇതിൻ്റെ റേഡിയസ് മാക്സിമം നമുക്ക് മനസ്സിലാൻ പറ്റുന്നത്. നമ്മളിത് ബൂം ലെങ്ത് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മാക്സിമം റേഡിയസ് നമുക്ക് ആ ട്രൈയാങ്കിളിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. പതിനേഴും 6ഉം 23 ടിപ്പ് ഹൈറ്റ് 23 ടിപ്പ് ഹൈറ്റ് കൊടുക്കുകയാണ്. 22 ശേഷം 23 എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ലൈൻ ഉണ്ട്, കറക്റ്റ് ആ ലൈൻ നമ്മൾ വെച്ചു. നമുക്ക് ഇനി വേണ്ടത് 70 ഡിഗ്രിയാണ് വരേണ്ടത്. 70 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ മേളിൽ നിന്ന് ഈ താഴോട്ട് കാണിക്കുന്നതാണ്. ഇതാണ് 70 ഡിഗ്രി. 70 ഡിഗ്രി നേരെ താഴോട്ട് വരുന്നതാണ്. നമുക്ക് ലൈൻ എവിടെ ടച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. നേരെ നമ്മൾ 70 ഡിഗ്രി വെച്ചേക്കുവാണ്. 21 ടിപ്പ് ഹൈറ്റ് 17 23 ടിപ്പ് ഹൈറ്റ് അതുപോലെ നമുക്ക് 70 ഡിഗ്രി നമ്മൾ നേരെ ട്രൈയാങ്കിൾ കറക്റ്റായിട്ട് 70 ഡിഗ്രി 23 ടിപ്പ് ഹൈറ്റിൽ നമ്മൾ വെക്കുകയാണ്. 23 മീറ്റർ ടിപ്പ് ഹൈറ്റ് അതേപോലെ തന്നെ 70 ബൂം ആംഗിൾ നമ്മൾ കറക്റ്റായിട്ട് ട്രൈയാങ്കിൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ റേഡിയസ് വരുന്നത് 5 മീറ്റർ റേഡിയസാണ് വരുന്നത്. അതുപോലെ നമുക്ക് ബൂം ലെങ്ത് നോക്കാം. ഇത് കറക്റ്റ് കോർണറിൽ തന്നെയാണോ എന്നുള്ളത്. ഇതാണ് ബൂം ലെങ്ത് വന്നിരിക്കുന്നത്. 20.7 മീറ്ററാണ് ബൂം ലെങ്ത്. നമുക്ക് 20.7 മീറ്ററാണ് നമുക്ക് ബൂം ലെങ്ത് കിട്ടിയിരിക്കുന്നത്. നമുക്ക് റേഡിയസ് കിട്ടിയിരുന്നത് 5 മീറ്ററാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അവർ ചോദിച്ചിരിക്കുന്നത് ഗ്രോസ് കപ്പാസിറ്റി അറ്റ് മാക്സിമം റേഡിയസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 20.7-ൽ 5 മീറ്ററിൽ നമ്മൾ പോയി ചെക്ക് ചെയ്യാം. നമുക്ക് കിട്ടിയത് 5 മീറ്ററാണ്. ഇത് മറ്റേ 4 മീറ്ററാണ്. ഇത് കൊടുത്തിരുന്നത് 4 മീറ്ററാണ് കൊടുത്തിരുന്നത്. നമുക്ക് ഇപ്പോൾ റേഡിയസ് കിട്ടിയിരുന്നത് നമ്മൾ ട്രൈയാങ്കിൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 5 മീറ്റർ. അപ്പോൾ നമ്മൾ 5 മീറ്ററിൽ 20.7 മീറ്റർ ബൂം ലെങ്ത്തിൽ എത്രയാണ് അതിൻ്റെ ഗ്രോസ് കപ്പാസിറ്റി നമുക്ക് ലോഡ് ചാർട്ടിൽ പോയി ചെക്ക് ചെയ്യാം. ലോഡ് ചാർട്ട് എടുത്തിട്ടുണ്ട് 1150 20.7 ബൂം ലെങ്ത് ആണ്. നമുക്ക് 5 മീറ്റർ റേഡിയസിലാണ് നമുക്ക് നോക്കേണ്ടത്. 5 മീറ്റർ റേഡിയസാണ് വെച്ചേക്കുന്നത്. 20.7 നമ്മൾ നേരെ താഴോട്ട് വരാം. നമുക്ക് ഗ്രോസ് കപ്പാസിറ്റി അത് നോക്കാം. 52.840 8ആണ് കണക്കിടക്കുന്നത്. 8ആണ് എഴുതിയിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് തെളിഞ്ഞിട്ടില്ല എന്നുള്ളൂ. 52 ടണ്ണ് 840 kg ആണ് നമുക്കത് അവിടെ ഗ്രോസ് കപ്പാസിറ്റി ഉള്ളത്. നമുക്ക് അത് നോക്കാം ശരിയാണ് ആൻസർ എന്ന്. അതെ, എ ആണ് കറക്റ്റ് ആൻസർ. 52.840 kg. അതായത് 52 ടണ്ണ് 840 kg ആണ് ഇതിൻ്റെ ശരിയായ ആൻസർ. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.